നമ്മുടെ സ്നേഹലാളനങ്ങൾ ഏറ്റുവാങ്ങാൻ സർവശക്തനായ ദൈവം ചോരക്കുഞ്ഞായി മാറിയ മഹാ അത്ഭുതമാണ് മനുഷ്യാവതാരം. ഏകജാതനെ സമ്മാനമായി നൽകുവാൻ തക്കവിധം ദൈവം നമ്മെ അത്രയധികമായി സ്നേഹിച്ചു. വിണ്ണിലെ സമാധാനവും സന്തോഷവും മാനവ ഹൃദയങ്ങളിൽ നിറയ്ക്കാൻ പ്രകാശവും സ്നേഹവും നിറഞ്ഞ മറ്റൊരു ക്രിസ്മസ് കാലം കൂടി അണയുകയായി. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വിത്തുകൾ പാകി ഈ ഭൂമിയെ നമുക്ക് സ്വർഗമാക്കാം. ഈ ക്രിസ്മസ് കാലത്ത് വേറിട്ട ഒരു അനുഭവമായി മാറുകയാണ് ഈ സ്നേഹ നക്ഷത്രം. മഞ്ഞു പെയ്യുന്ന പാതിരാവിൽ മാനത്തെ നക്ഷത്ര കൂട്ടങ്ങൾക്കൊപ്പം ഈ സ്നേഹ നക്ഷത്രത്തെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. ഉണ്ണി യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്റ്റാർ ഓടിക്കാനോ? പോവാം. എന്താടാ, എന്തിനാണ് തൊള്ളോർക്കണേ? ഇവിടെ അരി മേടിക്കാൻ കാശില്ലാതിരിക്കുമ്പോഴാ. ഇന്നിപ്പോ 1-ാം തീയതി ആയിട്ടുള്ളൂ, പിന്നെ മേടിക്കാം. ഇതേനാ 50 രൂപ. നീ മേടിക്കും. 50 രൂപ? 50 രൂപ എനിക്ക് വേണ്ട, എനിക്ക് 300 വേണം. 300 രൂപയാ? നീ 50 രൂപയ്ക്ക് വാങ്ങിച്ചാ മതി. എനിക്ക് വേണമെന്നല്ലേ പറഞ്ഞേ? ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ? എനിക്ക് സ്റ്റാർ മേടിക്കാൻ പൈസ വേണം. ഇവിടുന്ന് കുടം മേടിച്ച് അരി മേടിക്കാൻ പൈസയാണ്. നീ ഇത് കൊണ്ടേ സ്റ്റാർ മേടിക്കും, എന്നിട്ട് പട്ടിണി ഇരുന്നോ? എനിക്ക് വേണ്ട. അമ്മമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞല്ലേ. ഇതാ പോയി മേടിച്ചു. എനിക്ക് വേണ്ട. നമുക്കൊന്നും ഇല്ലാഞ്ഞിട്ടല്ലേ. സാരില്ല, മുമ്പ് മേടിച്ചോ. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, പാവപ്പെട്ടവരിലും സങ്കടപ്പെടുന്നവരിലും ഈശോയുടെ മുഖം കാണാൻ നമുക്ക് കഴിയണം. അവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ ഈശോയെ തന്നെയാണ് നമ്മൾ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത്. വേഗമാ തുടങ്ങാറായി. നീ മറന്നുപോയാ? അലക്സ് വേഗം പാടാൻ എന്തോരം നേരം കാത്തു നിൽക്കണേ. വേഗം എന്റെ മക്കളെ
വേഗം വായോ. എത്ര നേരമായി നിങ്ങളോട് കാത്തിരിക്കണു. ഉണ്ണീശു ഇവിടെ പള്ളിയിൽ കാത്തിരുന്ന് മടുത്തിട്ടുണ്ടാകും. ഇനി വേഗം അകത്തേക്ക് കയറ്. ചെല്ല്, വേഗം ആവട്ടെ. മീറ്റിംഗ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടാവും. സിസ്റ്റർ പ്രത്യേകം പറഞ്ഞതാ പാരന്റ്സിനെ വേഗം വിടണമെന്ന്. അമ്മ പോയിട്ട് വരാട്ടോ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദൈവം നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകിയ ദാനമാണ്, അനുഗ്രഹമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും മാതാവിന്റെയും കൈകളിൽ ഈശോയെ ദൈവം വച്ചു കൊടുത്തതുപോലെയാണ് നിങ്ങളുടെയൊക്കെ കൈകളിൽ കുഞ്ഞുമക്കളെ ദൈവം വച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിനുള്ള അനുഗ്രഹത്തിന്റെ, രക്ഷയുടെ സാന്നിധ്യങ്ങളാണ് നമ്മുടെ മക്കൾ. നിങ്ങളുടെ ജീവിത വ്യഗ്രതകൾക്കും ദേഷ്യത്തിനും സങ്കടത്തിനും ഉത്തരവാദിത്വത്തിനും ഒക്കെ ഇടയിൽ നമ്മുടെ മക്കളെ ഗൗരവമായിട്ട് എടുക്കാൻ നമുക്ക് കഴിയണം. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പങ്കിടാനും അവർക്ക് വേണ്ടി സമയം ചെലവിടാനും നിങ്ങൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവർ അനുഗ്രഹത്തിന്റെ സാന്നിധ്യങ്ങളായി മാറും. ഈ ഉണ്ണി യേശുവിന്റെ ബാല്യകാലം വിവരിക്കുന്ന ഒരു സിനിമയിൽ സുന്ദരമായൊരു രംഗമുണ്ട്. വിശുദ്ധ യോസേപ്പ് പിതാവും മാതാവും കൂടി ഉണ്ണി യേശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയാണ്. ആ സമയത്ത് ഒരു പട്ടാളക്കാരൻ ഇവരെ അനുഗമിക്കുകയാണ്. അടുത്തെത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ യോസേപ്പ് പിതാവ് പെട്ടെന്ന് ഭയപ്പെടുകയും ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് യോസേപ്പ് പിതാവ് പെട്ടെന്ന് ഓർക്കുക, പൂജ രാജാക്കന്മാർ സമ്മാനിച്ച സ്വർണം തന്റെ കയ്യിലുണ്ടല്ലോ എന്ന്. ഈജിപ്തിൽ ചെന്നിട്ട് അവിടെ ഒന്ന് ജീവിക്കാനുള്ള ഒരു സംഗതിയായിട്ടാണ് യോസേപ്പ് പിതാവ് സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ ഇനി വേറൊരു മാർഗവും ഇല്ല എന്ന് കാണുമ്പോൾ യോസേപ്പ് പിതാവ് ചെയ്യുന്നത് ഈ സ്വർണം എടുത്തങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ്. സ്വർണം പോയ ദിക്കിലേക്ക് പട്ടാളക്കാരൻ വേഗം പോവുകയും ആ സ്വർണത്തിന്റെ തിളക്കത്തിൽ മതിമറന്ന് അത് സ്വന്തമാക്കാനായിട്ട് ഇയാൾ ശ്രമിക്കുകയാണ്. ഈ സ്വർണം ഒരു മലയിലാണ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ട് ആ സിനിമയിൽ കാണിക്കുന്നത്. അയാൾ അത് എടുക്കാൻ പരിശ്രമിക്കുമ്പോൾ പെട്ടെന്ന് കൈ തെറ്റി ഇയാൾ പാറയിൽ നിന്ന്, മലമുകളിൽ നിന്ന് താഴേക്ക് വീഴുകയും അത് മരിക്കുകയുമാണ്. അപ്പൊ മറ്റെല്ലാ അപകടങ്ങളും മാറിപ്പോയ ആ സന്തോഷത്തില് യോസേപ്പ് പിതാവ് ചിന്തിക്കുകയാണ്, എന്റെ കയ്യിലിരിക്കുന്നത് ദൈവപുത്രനാണല്ലോ, ഈശോയാണല്ലോ, ഇവനാണ് ഈ രക്ഷയ്ക്ക് കാരണമായതെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഉണ്ണി യേശുവിനെ മുകളിലേക്ക് ഉയർത്തി, ആകാശങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ച് യോസേപ്പ് പിതാവ് പറയുന്നു, എന്റെ മകനെ, മൈ സൺ എന്ന് പറയുകയാണ്. അപ്പൊ ചില പ്രത്യേക സാഹചര്യങ്ങളിലായിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹത്തെ, രക്ഷയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. ഈ കാലഘട്ടത്തിന്റെ കൗതുകങ്ങളിലേക്ക് ഇന്റർനെറ്റും ഫേസ്ബുക്കും മറ്റ് എല്ലാ സാധ്യതകളുമുള്ള ഈ നവയുഗത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിവെട്ടി പോകാതിരിക്കാൻ നമുക്ക് അവരെ ചേർത്ത് പിടിക്കാം. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരോട് കൂടെ സമയം ചെലവിടാനും ഒക്കെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നും നമ്മോട് കൂടെ ആയിരിക്കും. അവരിലൂടെ ഒരു യേശു സാന്നിധ്യം നമ്മുടെയൊക്കെ കുടുംബത്തിൽ സംജാതമാകും. കണ്ടോടാ, ഞാൻ കഷ്ടപ്പെടുണ്ടാക്കി നഷ്ടപ്പെടാം. ചോദിച്ചിട്ട് കൊടുക്കാഞ്ഞിട്ട് അവന്മാര് നശിപ്പിച്ച പറഞ്ഞു. ഞാൻ നോക്കിപ്പോ അവന്മാർക്ക് ഇട്ടിട്ട് പണി ഞാൻ കൊടുക്കും. ഞാൻ
പിന്നെ ഞാൻ എൻ്റെ കൊടുക്ക പൊട്ടിച്ച് കിട്ടി കാട്ടിന് ഞാൻ ഉണ്ടാക്കിയതാ. എനിക്ക് എടുക്കാൻ എൻ്റെ പൈസ കയ്യിലില്ല. നീ എത്തിക്കല്ലേ, ഞാൻ വരാം. നല്ലൊരു പേപ്പറും ഒരു കപ്പയൊക്കെ കുറെ നാളായാലും മക്കളൊക്കെ കണ്ടിട്ട്. എന്ത് പറയാനാ സിസ്റ്റർ? എന്ത് പറ്റി ടെസി? തോമസ് എന്ത് പറയുന്നു? ഞാനും കൊച്ചും തന്നെ പപ്പയെ കണ്ടിട്ട് കുറേ നാളായി. ഒരു വിശേഷം പറഞ്ഞിട്ട് കുറേ ആയല്ലോ. ഇപ്പൊ എവിടെയാണ്? കോഴിക്കോട് എന്തോ ആണ്. സിസ്റ്റർ എന്തായാലും വീട്ടിലോട്ട് വരണം, ഞാൻ പറയാമല്ലോ. ഞാൻ വരാം ടെസി, തീർച്ചയായിട്ടും വരാം. നീ സമാധാനമായിട്ട് ചെല്ലും. ടെസി, ഒരു കാര്യം, പ്രാർത്ഥിക്കുന്നുണ്ടോ അവന് വേണ്ടി? എന്തോരാ സിസ്റ്റർ പ്രാർത്ഥിച്ചത്? ഇപ്പോഴും എന്തോരാ പ്രാർത്ഥിക്കുന്നത്? ഈ ഒരു കാര്യം ചെയ്യും, യേശുനാമ ജപം ചൊല്ലി അവന് വേണ്ടി പ്രാർത്ഥിക്കും. കാര്യം കൊച്ചു പ്രാർത്ഥനയാണ്, എന്നാലും ഈശോയെ തോമസിൻ്റെ മേൽ കരുണയാകണേ എന്ന് പല പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ പറഞ്ഞാൽ മതി. യേശുനാമം അവനെ തിരിച്ചു കൊണ്ടുവരും. ഞാനും പ്രാർത്ഥിച്ചോളാം. സമാധാനമായിട്ടിരിക്കും. സിസ്റ്റർ എന്തായാലും വീട്ടിലോട്ട് ഞാൻ വരാൻ ടെസി, തീർച്ചയായിട്ടും വരാം. നീ ചെല്ലും. ഹലോ സിസ്റ്റർ തെരേസ ഇവിടെ ഇല്ലല്ലോ, പുറത്തു പോയിരിക്കുകയാണ്. നമ്പർ തരാം. ഞാൻ പശത്തെ ഞാൻ പറയുമ്പോൾ ചോദിക്കണേ. അതാണ് സിസ്റ്ററിനോടോ? അമ്മ സിസ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങളവിടെ ഇരുന്നോ? എന്താ പരിപാടി? നക്ഷത്രം ഉണ്ടാകുന്നത്. ആഹാ, കൊള്ളാലോ. ഹലോ, ഓ 13-ാം തീയതി അല്ലേ? ഓർക്കുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ എത്തിക്കോളാം. ഓക്കെ, ശരി. സിസ്റ്റർ വാ, അകത്തോട്ട് എന്തുണ്ട് വിശേഷം? എമ്മാനുവലിന്റെ മാത്സിന്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയോ? ഇല്ല, ബുക്ക് എടുത്തോളൂ, ഞാൻ നോക്കട്ടെ. സിസ്റ്റർ ഞാൻ വെള്ളം എടുക്കട്ടെ? വെള്ളമൊന്നും എടുക്കണ്ട ടെസി, നീ ഇവിടെ ഇരിക്കേ, നമുക്ക് സംസാരിക്കാം. നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? എന്ത് പറയാൻ സിസ്റ്റർ, കാര്യം കൊടുക്കെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റുന്ന പൈസ കൊണ്ടെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുമായിരുന്നു. ഇനിയിപ്പോ എന്ത് പറ്റി? അതിന് തോമസിന് അത്യാവശ്യം നല്ല ജോലിയായിരുന്നല്ലോ. ബോസ് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടോന്ന് ചോദിക്കാൻ. ജോലിയിൽ പിരിച്ചുവിടുന്ന തോന്നുന്നു. അതെന്താ അപ്പൊ അവൻ ജോലിക്കും പോകുന്നില്ലേ? ജോലിക്കും പോകുന്നില്ല, വീട്ടിലും വരുന്നില്ല. കാര്യം തോമസിനെ നാട്ടുകാർക്ക് അറിയാം, പക്ഷെ ഇവിടുത്തെ ദാരിദ്ര്യം ആർക്കും അറിയില്ലല്ലോ. പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്താ, ഒരു കുറവുമില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാൻ അഭിമാനം സമ്മതിക്കുന്നുമില്ല. നീ വിഷമിക്കേണ്ട ടെസി, ഞാനൊന്ന് നോക്കട്ടെ. ദൈവത്തിന്റെ കയ്യിൽ എല്ലാത്തിനും ഉത്തരമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയൊന്നും വെറുതെ ആവില്ല ടെസി. നീ ധൈര്യമായിട്ടിരിക്കുക. നീ മഠത്തിൽ നിന്നും പോകുന്ന നിമിഷം മുതൽ ഞാൻ നിന്നെയും തോമസിനെയും കുഞ്ഞിനെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം ഒരു വഴി കാണിച്ചു തരും. നീ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടിരിക്കും. ഹലോ, പെരുമ്പാവൂർ സാഞ്ചു ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരു പേഷ്യൻ്റ് ആക്സിഡൻറ്റ് പറ്റി അഡ്മിറ്റ് ആയിട്ടുണ്ട്. മൊബൈലിൽ കണ്ട നമ്പറിൽ നിന്ന് വിളിക്കുന്നതാ. ആ, ഓക്കെ, ശരി ശരി.
വരുമല്ലേ? ആ. ഒരാഴ്ചയായില്ല സ്റ്റാർ മേടിക്കണമെന്ന് പറഞ്ഞ് 1300 മേടിച്ചിട്ട് വേണ്ടി സ്റ്റാർ മേടിച്ചില്ല. ഞാൻ ഇപ്പൊ തന്നെ മേടിക്കും. നീ വേഗം വന്നേ, പപ്പ ആശുപത്രിയില. പപ്പയോ? മോനയ്ക്ക് ദൈവം സ്വരം തന്നതിന്റെ അഹങ്കാരമാണ്. അഹങ്കാരം. നീ അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിലൊന്ന് വന്ന് നോക്ക് മോനെ. ആ കുട്ടികളെ ചെയ്തത് കണ്ടു നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാകും. പാവം കുട്ടികൾ. സംഭവിച്ചത്? ആക്സിഡന്റ് ആയിരുന്നു ചേച്ചി. ബില്ലടയ്ക്കണേ. വിഷമിക്കണ്ടേ? ഒന്നിക്കും കുറച്ച് രൂപയില്ല. ഇത് വയ്ക്കുക. വളരെ ഉപകാരം ചേച്ചി. ദയവായിട്ട് ചേച്ചിനെ ഇങ്ങോട്ട് അയച്ച് ആരൊക്കെ സഹായിച്ചത് കൊണ്ട് ഇപ്പോൾ ജീവൻ രക്ഷിക്കാനായി. വിഷമിക്കണ്ട. സത്യത്തിൽ എന്താ സംഭവിച്ചത് സി? തോമസിനെ ചേച്ചിക്ക് അറിയാമല്ലോ. അവൻ്റെ ഒരു സാറുകള് എൻ്റെ അടുത്ത് അവനവൻ്റെ ഒരു ബോസും ജോലിന്ന് പിരിച്ചിട്ടായിരുന്നു. ജോലി നമ്മളവിടെ തട്ടൂല. വണ്ടി എടുത്തോടാ, ഓടുക.
പണിയൊക്കെ തോമസേ സുഖല്ലേ? മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. ഇനി കുടിക്കരുത്. കുടിച്ചാൽ തന്റെ കാര്യം പോക്കാം. ഡോക്ടർ, ഇന്നത്തെ ആക്സിഡന്റ് കുറച്ച് കോംപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു. അയാളുടെ കൂടെ ആരുമില്ലേ? ആരെയും കണ്ടില്ല, ആരും ഇല്ലെന്ന് തോന്നുന്നു. നാട്ടുകാർക്ക് കൂടി ഇന്നില്ല അയാളെ കൊണ്ടുപോകുന്നത്. ഓക്കെ തോമസ്. എന്തെങ്കിലുമൊക്കെ കഴിക്കും. അയ്യോ അമ്മ പിച്ചക്കാരൻ വണ്ടി ഇടിച്ചു. മോന്റെ പേരെന്താ? പപ്പ അമ്മ എന്താ പറ്റിയേ? പപ്പയ്ക്കൊരു ആക്സിഡന്റ് പറ്റിയത്. എടാ അപ്പനിപ്പ അതിനുണ്ടാ? പപ്പയ്ക്ക് സുഖേടാ, വീട്ടിലെത്തി. അതിനുശേഷം വെള്ളം കൂടിയൊന്നുമില്ല. സിസ്റ്ററിന്റെ പ്രാർത്ഥന വിളിച്ചെന്ന് അമ്മ പറയണം. അപ്പൊ ജോലിക്കൊക്കെ പോണ്ടോ? ഇല്ലടാ, ജോലിക്ക് പിരിച്ചുവിട്ടപ്പോഴേ ആക്സിഡന്റ് ഉണ്ടായ. കരുണാഭവനിലേക്ക് പന്ത്രണ്ടു നക്ഷത്രമല്ലോ റാണിക്കുന്നതമാകും കിരീടം. പാപക്കറ നിന്നിലില്ല, അമ്മേ ഞങ്ങൾക്കഭയം പറ്റില്ല. പാപക്കറ നിന്നിലില്ല, അമ്മേ ഞങ്ങൾക്കഭയം പറ്റില്ല. എനിക്ക് സുഖമാണ്. അമ്മച്ചിക്ക് സുഖമാണ്. മോന്റെ പേരെന്താ? എൻ്റെ മക്കളെ, നിങ്ങൾ ഇവിടെ വന്ന് ഇവരെ സന്തോഷിപ്പിച്ചതും ഇവർക്ക് വേണ്ടി ചെയ്തതുമെല്ലാം ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുടിയൊന്ന് നിർത്തും മോനെ. കൊച്ചിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? നല്ലൊരു ദിവസമല്ലേ മോനെ, മോൻ പോയി ഒന്ന് കുമ്പസാരിക്ക്. കുമ്പസാരം എനിക്ക് അതിലും വിശ്വാസമൊന്നുമില്ല. ഒന്ന് പോയേ.
മോനെ ഈ ക്രിസ്മസിന് തന്നെങ്കിലും അന്നമോളെ പോയി ഒന്ന് കൊണ്ടാ മോനെ. എത്ര നാളായി മോനെ ഞാൻ അന്നമോളെ കണ്ടിട്ട്. റാണിമോള് ജീവിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം സംഭവിക്കുമായിരുന്ന. പഴയ കാര്യം ഓർപ്പിക്കുന്ന പറഞ്ഞിട്ട് പിന്നെ ഈ ഉമ്മനെ കാണില്ല. അന്നമോള് മോനെ ഇത് ദൈവം തന്ന സമ്പത്താണ് മോനെ. ഇതൊന്നും മോൻ നശിപ്പിക്കരുത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇനിയൊരു അക്ഷരം ഇടരുത്. കേൾപ്പൊന്നല്ലേ? എന്റെ മോളെ ചോറ് തിന്ന്. എന്താ അന്നെ ചോറ് കഴിച്ചേ? അന്നെ ഭക്ഷണം കഴിച്ചേ? കുറച്ച് ഭക്ഷണം കഴിക്കേ. എന്റെ മോളല്ലേ കുറച്ച് കഴിക്കേ. സാമ്പാറാ, ഇതിനകത്ത് സാമ്പാറുണ്ട്. സിസ്റ്ററെ, അന്നു ഭയങ്കര വാശിയില്ല, ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. അത് ശരി. അന്റെ കുട്ടി എന്താ ചോറ് കഴിക്കാത്തെ? നല്ല മിടുക്കിയല്ലേ? നോക്കി വീട്ടിൽ പോണ്ടേ? പപ്പ ഇപ്പൊ വരും, കഴിക്കണ്ടേ? മിടിക്കരുതേ, തന്ന് വേഗം കഴിച്ചേ. ദേ നോക്കി നോക്ക്, അമ്മച്ചി എന്ത് സ്നേഹമായിട്ട് തന്നേ. അങ്ങോട്ട് നോക്കേ, നല്ല കുട്ടിയല്ലേ, മിടുക്കി കുട്ടി. നോക്കി ഇങ്ങ് നോക്കി, നോക്ക് നോക്ക് നോക്കി, മിടുക്കി. ആ പോണ്ടേ പോണ്ടേ. ആ കണ്ട മിടുക്കി. അങ്ങനെ കഴിച്ചേ, വേഗം വേഗം കഴിച്ചേ. നല്ല മിടുക്കിയായിട്ട് കഴിച്ചു കേട്ടാ. എങ്ങോട്ടോടെ മോനെ നീ പതിവില്ലാണ്ട് എന്നെ കൊണ്ടുപോണേ? ഒന്ന് അടങ്ങി തള്ളേ. കള്ളും കനവൊന്നും ഇല്ലാത്തോടത്തേക്കാ. എന്റെ മോന് ഞാൻ നിന്റെ അപ്പനെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. ഹലോ, ഫ്രാൻസിസ് ഫെർണാണ്ടസ് അല്ലേ? ഇക്കണക്കിനാണ് മകന്റെ പോക്കെങ്കിൽ ഇനി ഇങ്ങോട്ട് വിടണമെന്നില്ല. ഇവന്റെ പേരിൽ കംപ്ലൈന്റ്സ് ഏറെയാണ്. വീട്ടിലിരുത്തി പഠിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഞാനേ എന്റെ കാര്യം നോക്കിക്കോളാം, താൻ നല്ല കാര്യം നോക്കിയാ. എടാ, അപ്പന്റെ പ്രിൻസിപ്പാളിനിട്ട് പണി ഞാൻ കൊടുക്കുന്നുണ്ട്. ഫ്രാൻസിസ് ഫെർണാണ്ടസിന്റെ മോനെ ആരാന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ ബ്രോ, പെട്ടെന്നാവട്ടെ. നീ ആ പ്രിൻസിനെയും വിളിക്ക്. ഹലോ പ്രിൻസേ, നീ എവിടെയാ? ഞാൻ വീട്ടില്. ആ പ്രിൻസിപ്പാളിനിട്ട് ഒരു പണി കൊടുക്കണം. എന്നാ ശരിടാ, ശരിയാണ്. അമ്മ ഞാൻ ഇവിടെ വരെ പോയിട്ട് വരാം. നീ ഒരിടത്തും പോകുന്നില്ല. നീ ഇത് കൂടി അമ്മയിലത്തെ ചെറുക്കനെ ചീത്തയാക്കിയത്. എന്നിട്ട് വേണം പോലീസും കേസും ഒക്കെ ആവാൻ. പ്രിൻസിന്റെ പേരന്റല്ലേ? പ്രിൻസ് സാറിന് കോളേജിൽ ഫീ അടച്ചിട്ടില്ലല്ലോ. അടച്ചാൽ കോളേജിൽ എക്സാം എഴുതാൻ നോക്കിയോളൂ. ഫീസ് അടച്ചതാണല്ലോ സാറേ. അടച്ചാണോ? സാറിനെ കൊടുക്കാം.
പ്രിൻസ് ഫീസ് അടിച്ചെന്നാണ് നിങ്ങൾ പറയുന്നത്. അവന് ഗ്യാങ്ങും കറക്കൊക്കെ കഴിഞ്ഞ് കോളേജിൽ കയറാൻ നേരമില്ലല്ലോ. പിന്നെ എങ്ങനെ ഫീസ് അടയ്ക്കാം? ഇവിടെ റെസിപ്റ്റ് ഒന്നുമില്ല. എന്റെ സാറേ, എന്തെങ്കിലും ഒന്ന് ചെയ്യും സാറേ. എന്റെ മോൻ ഉൾപ്പെടുന്ന ഗ്യാങ് നശിച്ചുകൊണ്ടിരിക്കുക സാറേ. എസ്ര, ഇന്നത്തെ ജീസസ് യൂത്ത് പ്രോഗ്രാം 10 മണിക്കല്ലേ? നീ വരില്ലേ? ക്രിസ്റ്റഫർ, നിനക്ക് വല്ല വട്ടുണ്ടോ? കോളേജിൽ പോലും മര്യാദക്ക് വരാത്തവനാ അവൻ. പഴയ ആളെ അല്ല. പിന്നെ ഈ ജീസസ് യൂത്ത് പ്രോഗ്രാമിന് വരാൻ. പ്രിയ യുവജനങ്ങളെ, നിങ്ങൾ തേടുന്ന സ്നേഹത്തിനും സന്തോഷത്തിനും ഒറ്റ നാമവും മുഖവുമേ ഉള്ളൂ. അത് നസ്രത്തിലെ യേശുവാണ്. യുവാക്കളെ, നിങ്ങൾ ശക്തരാണ്. ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു. ദുഷ്ടനെ നിങ്ങൾ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ സ്നേഹവും സന്തോഷവും ആരോഗ്യം എല്ലാം യേശുവിന് കൊടുത്തുകൊണ്ട് നമുക്ക് പാടി സ്തുതിക്കാം. ഒന്നായാർത്താർത്തു പാടിക്കൊണ്ട് 2 പ്രാവശ്യം കൈ തട്ടിയിട്ട് 3 പ്രാവശ്യം തുള്ളിച്ചാടി 4 പ്രാവശ്യം കൈകൾ കറക്കി ഇരിക്ക്, എഴുന്നേൽക്ക്, നിൽക്ക്, നടക്ക്, ഓട്, ചാട്, തുള്ളിച്ചാട്. ഈ ആരോഗ്യം ഫുള്ളും യേശുവിനായി കൊടുക്ക്, അവനായി മാത്രം ജീവിച്ചിട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സിസ്റ്റർ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടി കൂടി സിസ്റ്റർ പ്രാർത്ഥിക്കണം. എന്തു പറ്റി ഇസ്ര? അവൻ വളരെ നല്ല കുട്ടിയായിരുന്നു, പക്ഷേ പെട്ടെന്ന് അവന് ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അവൻ്റെ പപ്പ അറിയപ്പെടുന്നൊരു ബിസിനസ്സുകാരനാണ്, എല്ലാവർക്കും അയാൾ അറിയാം. ആരാ? ഫ്രാൻസിസ് ഫെർണാണ്ടസ്. അവൻ്റെ മമ്മ മരിച്ച ശേഷം അവൻ തകർന്നു പോയി. പിന്നെ എന്തു പറ്റി പറയൂ. അവൻ്റെ അമ്മാമ്മയെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ പപ്പ അമ്മാമ്മയെ കൊണ്ട് ഓൾഡ് ഏജ് ഹോമിലാക്കി. അതെന്താ? അമ്മാമ്മയുടെ പ്രാർത്ഥനയും ഉപദേശമൊന്നും അയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അദ്ദേഹത്തിന് ഈ ഒരു മകനേ ഉള്ളൂ? ഇല്ല, ഒരു മകൾ കൂടിയുണ്ട്, പക്ഷേ അവൾ ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലിലാണോ? അത് മെൻ്റലി റിട്ടാർഡിൻ്റെ ഹോസ്റ്റലിൽ. ബുദ്ധിമാന്ദ്യമുള്ള ആ കുട്ടിയെ അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കാം. താങ്ക് യു സിസ്റ്റർ. എസ്ര, ഒരു കാര്യം കൂടി ചെയ്യണം. എസ്രയുടെ ത്യാഗവും സഹനവും ഈശോയ്ക്ക് കൊടുത്ത് അവനെ തിരിച്ചുകൊണ്ടുവരണം. തീർച്ചയായും സിസ്റ്റർ. എസ്ര, ഒരു കാര്യം കൂടി ചെയ്യണം. എസ്രയുടെ ത്യാഗവും സഹനവും ഈശോയ്ക്ക് കൊടുത്ത് അവനെ തിരിച്ചുകൊണ്ടുവരണം. തീർച്ചയായും.
എൻ്റെ മോൻ പഠിച്ച് മിടുക്കനാവണം, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം, എല്ലാ ദിവസവും പള്ളിയിൽ പോകണം കേട്ടോ. ഇല്ലടാ നിങ്ങൾ കേട്ടോ ഒരു മൂടില്ല. ഇന്നലെ കഴിച്ചാൽ കിക്ക് ഇറങ്ങിണ്ടാവില്ല. ഹലോ, ഇവിടെ ക്രിസ്റ്റഫറെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഓക്കേ, ശരി. നീ എന്തിനെ കാണണം എന്ന് പറഞ്ഞത്? എടാ, നീ എന്നോട് ദേഷ്യപ്പെടരുത്. നീ പണ്ട് എത്ര നല്ല കുട്ടിയായിരുന്നു. എന്നും പള്ളിയിൽ പോവായിരുന്നു, അന്നും നല്ലതൊക്കെ പഠിക്കുമായിരുന്നു. നിന്നെ കണ്ടാ ഞാനും ഓരോന്ന് പഠിച്ചത്. നിനക്ക് ആ പഴയ ക്രിസ്റ്റഫറിലേക്ക് തിരിച്ചു വന്നൂടെ? നീ അത് നടക്കുന്നു തോന്നുന്നില്ല. ഫ്രാൻസിസേ, ഇനി എത്ര നാൾ കൂടി നീ ജീവിക്കും? ഈ രാത്രിയിൽ ദൈവം നിന്റെ ആത്മാവിനെ ആവശ്യപ്പെട്ട ഈ സമ്പത്തെല്ലാം ആരുടേതാകും? നിന്റെ ആത്മാവിന്റെ സ്ഥിതി എന്താകും? ഇല്ല, ഞാൻ ആർക്കും കൊടുക്കില്ല. യൗവനകാലത്ത് ഞാനും നിന്നെ പോലെ പണത്തിന് പുറകെയായിരുന്നു. പക്ഷെ ദൈവം എന്നെ തൊട്ടപ്പോൾ ഞാനാകെ മാറിപ്പോയി. ഇല്ല, എനിക്ക് ദൈവമില്ല. നിന്റെ അഹംഭാവം ഇല്ലാതാകണം. പാവങ്ങളുടെ വേദന, ഇല്ലായ്മ നീ അറിയണം. ഒരിക്കൽ ഞാനതിന് ശ്രമിച്ചു. ക്രിസ്തുവിൻ്റെ പാവപ്പെട്ടവനും പ്രിയപ്പെട്ടവനുമാകാൻ അതെന്നെ ഒത്തിരി സഹായിച്ചു. പാവങ്ങളുടെ വേദന ഞാനത്, യാചകരുടെ വിശപ്പ് ഞാനത്. ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ്. പുതിയൊരു ഫ്രാൻസിസ്. താങ്ക് യു സിസ്റ്റർ. ശരി സിസ്റ്റർ. ഇന്നല്ലേ നിന്റെ പപ്പ വരുമെന്ന് പറഞ്ഞത്? അതെ, ഇന്നാണ് വരുന്ന പറഞ്ഞത്. ഒരു മാസത്തെ ബിസിനസ് സ്റ്റോർ ആയിരുന്നു.
എവിടേക്കായിരുന്നു? എവിടേക്കാന്നൊന്നും പറഞ്ഞില്ല, കുറച്ച് ദൂരെയാന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം പോയപ്പോൾ മദ്യപിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ പ്രാർത്ഥനയും പരിഹാരമൊക്കെ ഒരു അനുഗ്രഹമായി. നീ ഇപ്പൊ പഴയ ക്രിസ്റ്റഫറായി. നീ തിരിച്ചു വരാനായിട്ട് ഒരു സ്റ്റെപ്പ് വെച്ചില്ലേ? ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവം നിന്നെ അനുഗ്രഹിക്കൂടാ. ഞാൻ ഫ്രാൻസിസ് ഫെർണാണ്ടസ്. ഗുഡ് മോർണിംഗ്. തോമസ് ജോൺ, താങ്കളെ ജോലിക്ക് തിരിച്ചെടുത്തിരിക്കുന്നു. അതെ, എൻ്റെ മോനാ. ആ, അയ്യോ, വളരെ സന്തോഷം, വളരെ ഉപകാരം സാറേ. ഓ 26-ാം തീയതി. ഓ, താങ്ക് യു സാർ, താങ്ക് യു. അപ്പയുടെ സാറാടാ, ഒറ്റയ്ക്ക് വീണ്ടും ജോലിക്ക് കയറാൻ പറ്റും. നിനക്കുണ്ടോ സമ്മാനം? സാറ് സൈക്കിളും നല്ല കളർഫുൾ നക്ഷത്രമൊക്കെയാണ് നിനക്ക് വേണ്ടി അയച്ചു തന്നേക്കണേ. സന്തോഷമായില്ലേ? തിരിച്ചു കിട്ടാനാവാത്ത വിധം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വീണ്ടെടുക്കാനാകാത്ത വിധം ആരും അകന്നുപോയിട്ടില്ല. കുറെ അലച്ചിലുകൾക്കും അന്വേഷണങ്ങൾക്കും ഒറ്റപ്പെടലുകൾക്കും ഉപേക്ഷകൾക്കുമൊക്കെ ഒടുവിൽ സങ്കടങ്ങളും നോവുകളുമെല്ലാം ഒരു അനുഗ്രഹമായി മാറും. ഒരു പുത്തൻ പുലരി നമുക്ക് സ്വപ്നം കാണാം. കുടിച്ച കണ്ണുനീരിൻ്റെ കൈപ്പേറിയ ഓർമ്മകൾക്കൊടുവിൽ മധുരം നുകരാൻ ഒരു ക്രിസ്തുമസ് വീണ്ടും വരും. ആരുമില്ലെന്നു കരുതി ഒറ്റപ്പെട്ടു പോയവർക്ക് ചില രാവുകളിൽ ദൈവം തന്നെ കൂട്ടായി വരുന്നു. അതവർക്ക് ക്രിസ്തുമസായി മാറുന്നു. ജീവിതം ജീവിക്കുവാൻ വേണ്ടിയുള്ളതല്ല, സ്നേഹിക്കുവാനും മറ്റുള്ളവർക്ക് സ്നേഹനക്ഷത്രമാകുവാനും വേണ്ടിയാണ്. അതെ, നമുക്ക് സ്നേഹനക്ഷത്രമായി മാറാം.